ഞാനിപ്പോൾ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ എടുത്ത് നിങ്ങളെ ചോദിച്ചപ്പോൾ തന്നെ എടുത്ത് വെച്ചു. കാരണം ബിഗ് ബോസില് കഴിഞ്ഞ തമിഴ് നോക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിന് എത്ര വയസ്സുണ്ടെന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാം, 2 or 3. എന്റെ സമ്മിനെ വെച്ച് നോക്കുമ്പോൾ അത്രയും വയസ്സ് പോലും ഇവനില്ല. പിന്നെ റെനീഷയുടെ ആങ്ങളുടെ മോനെ ഇവരെ കേട്ടിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞിനെ. അപ്പം ഏജിന്റെ കാര്യം പറയണ്ട, അത് പറയുവാണെങ്കിൽ പോലും അവർക്ക് കോൾ ചെയ്തപ്പോൾ പറയായിരുന്നു, അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് പറയായിരുന്നു, ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് മുന്നേ പറയായിരുന്നു. സമനു ഞാനും തമ്മിൽ ഭയങ്കര ബോണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞു ആദ്യമായിട്ട്. അവർ അത്രയും പേര്, അപ്പോൾ ഞാൻ കരയുന്നത് എന്നിട്ടാണെന്ന് അറിയത്തില്ല, അവിടുത്തെ ക്രിയേറ്റീവ് ഹെഡിലെ ആൾക്കാർ അവരുടെ ജോലി തെറിക്കുമെന്ന് എനിക്ക് അറിയുന്നുണ്ട്. അവരെന്റെ അടുത്ത് വന്ന് കരഞ്ഞിട്ട് തന്നെ ഹഗീത് പറഞ്ഞു, മോനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് മേളിൽ നിന്നുള്ള പ്രശ്നമാണ്. ഞാനിപ്പോൾ ഇത് പറഞ്ഞ തന്നെ കാരണം എനിക്ക് അറ്റ്ലീസ്റ്റ് ലക്ഷ്മിക്ക്, ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ഒരു വോട്ട് പോലും ലക്ഷ്മിക്ക് ആരും ചെയ്യേണ്ട, സിമ്പതി വോട്ട് ലക്ഷ്മിക്ക് വേണ്ട, PR വോട്ടുകളും കുറെ പേര് പറയുന്നുണ്ടാകും. ഞാൻ പിന്നെ പറയാം, ഉനിൽ നമ്മ നമ്മളടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഈ കാര്യം കൊണ്ട് ആരും ലക്ഷ്മിക്ക് വോട്ട് ചെയ്യേണ്ട. പക്ഷെ നമ്മൾ അവിടെ എത്തിയിട്ട് ഇവൻ അപ്പുറത്തെ റൂമിലാണ് ലക്ഷ്മി ഉള്ളത്. അപ്പൊ ഇവനെ ഒന്ന് അവിടെ കയറ്റി കാണിക്കുന്നതിന് ഇവരുടെ എന്ത് സ്ട്രാറ്റജിയാണ് കുളമായി പോകുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ റിയാക്ട് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും അവർ പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് കയറ്റാം, ഓൾ സെറ്റ്, നമുക്ക് സമനിനെ കയറ്റാം എന്നുള്ള. കാരണം ലക്ഷ്മൺ അമ്മ ഓവർ റിയാക്ട് ചെയ്തു. കാരണം പുള്ളിക്കാരി അവനെ കയറ്റില്ലെങ്കിൽ ഞങ്ങൾ കയറില്ല എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു ഫാമിലി കയറില്ലെങ്കിൽ ലക്ഷ്മിക്ക് അത് വേറെ നെഗറ്റീവ് ആവും. ഓൾറെഡി ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് അപ്പം ആരും വന്നില്ല എന്നോർത്ത് ലക്ഷ്മിക്ക് അകത്ത് വിഷമമാവുന്നുണ്ട്. പിന്നെ ഞാൻ തന്നെയാണ് പറഞ്ഞത് ലക്ഷ്മിയുടെ അമ്മ കയറാൻ മതിയെന്ന്. അപ്പോഴേക്കും അവരൊന്ന് പറഞ്ഞു സമനിയിൽ നമുക്ക് കയറ്റാൻ പെർമിഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഓക്കെ ആയി. അങ്ങനെ ഒരു കാർ അവിടെ മുറ്റത്ത് വന്നു. ലക്ഷ്മിയുടെ മകനെയും ലക്ഷ്മിയുടെ അമ്മയും ആ കാറിലോട്ട് ഞാനാണ് കയറ്റിയിട്ട് ഷൂസ് വിട്ട് കൊടുത്ത് ഞാൻ ബൈ പറഞ്ഞ സമയത്ത് അപ്പൊ തന്നെ 2-3 അവിടെ എല്ലാവരും ബ്ലാക്ക് ഡ്രസ് ഇട്ടായിരുന്നു, ബ്ലാക്ക് ക്യാറ്റ്സ് കുറെ എണ്ണം ഉണ്ട്. അപ്പൊ അവര് നമ്മളോട് വന്ന് പറഞ്ഞു ഇരുന്ന റൂമിൽ നിന്ന് വേറെ അകത്തോട്ട് റൂമിൽ കൊണ്ടിരുത്തിട്ട് എന്നോട് പറഞ്ഞു അവിടെ ഇരുന്നാൽ മതി, പുറത്തിറങ്ങാൻ പെർമിഷൻ ഇല്ല, ഇവിടെ ഇതിന്റെ ഫോർമാലിറ്റി ഉള്ളതുകൊണ്ട്. ഞാൻ അവിടെ ഇരുന്നു. ഞാൻ ട്രാവൽ ചെയ്യുന്നതിന് ക്ഷീണിച്ച് ഞാൻ കണ്ണടച്ചും പോയി. അപ്പൊ ഞാനൊന്ന് കണ്ണ് അടച്ച് തുടങ്ങിയപ്പോ തന്നെ വിധുവാമ്മ എന്ന് പറഞ്ഞ് ഇവനെ തൊട്ടിപ്പറയാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നീ പോയില്ലേ അങ്ങനെ ചോദിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത്, അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞു ഇല്ല നമുക്ക് സമനിനെ കയറ്റാൻ പറ്റത്തില്ല, അത് പിന്നെ ആരോ മേലിൽ നിന്ന് പറഞ്ഞാണ് കയറ്റാൻ പോയ സമയത്ത് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. ശരിക്കും അവിടെ നടന്നെന്ന് വെച്ചാൽ ഇത് ലക്ഷ്മി ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഇഷ്ടമുള്ള ആൾക്കാർ, ഇതെനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം കാർ അവിടെ സ്റ്റാർട്ട് ചെയ്ത് പോയിട്ട് ആകെ ഇവിടുന്ന് ഒരു 2 minutes ഡ്രൈവ് ആയിരിക്കും അവരുടെ സ്റ്റുഡിയോയിലോട്ട്. മറ്റേ ബിഗ് ബോസിൽ ഒരു ഗേറ്റ് തുറന്നാണ് ഇവരിങ്ങനെ അകത്തോട്ട് കയറുന്നത്. അതിന്റെ അവിടെമാർ 2 minutes ഡ്രൈവേ ഉള്ളൂ കാറിന്റെ. അപ്പൊ ഈ കാർ എടുത്ത് ഒരു മിനിറ്റ് ഒരു 50 meter പോയ സമയത്ത് ബ്ലാക്ക് ക്യാറ്റ്സുകൾ ആരണ്ട് വന്നിട്ട് കാറ് നിർത്തി കുഞ്ഞിനെ ലക്ഷ്മിയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ലക്ഷ്മിയുടെ അമ്മയുടെ കാർ മുന്നോട്ട് എടുത്തോളാൻ പറഞ്ഞു. അതായത് അവർക്ക് അപ്പൊ റീസൺ പറയണ്ട. ഇപ്പൊ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്നോട് റീസൺ പറയണ്ട. എന്നെ ഓൾറെഡി റൂമിലാക്കി, ലക്ഷ്മിയുടെ അമ്മ ഓൾറെഡി കാറിലായതുകൊണ്ട് കാറിലോട്ട് മുന്നോട്ട് കൊണ്ടുപോയി കുഞ്ഞിനെ അവരെടുത്തു. എന്നിട്ട് എന്റെ അടുത്ത് കൊണ്ട് തന്നു. എന്നിട്ട് പറഞ്ഞു നമുക്കത് പെർമിഷൻ ഇല്ല. അപ്പൊ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ഓൾറെഡി കൊണ്ടുവന്ന് പറഞ്ഞു കൊണ്ടുപോയതാ, പിന്നെ അവിടുന്ന് വിളിച്ച് തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞ അത്രയ്ക്ക് ഞാൻ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് കൺഫ്യൂഷൻ റൂമിൽ വെച്ച് നമുക്ക് കയറ്റാമെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്നാലും വിചാരിച്ചു കൺഫ്യൂഷൻ റൂമിൽ വെച്ച് കയറ്റുവാണെങ്കിൽ അതിന്റെ ക്ലിപ്പിംഗ് അവർ ഇടുവന്ന്. 2 മിനിറ്റാന്ന് തോന്നുന്നു സമനുവിനെ കൺഫ്യൂഷൻ റൂമിൽ കയറ്റത്. കാരണം അവിടെ ഫുൾ ഇരുട്ടാണ്, നല്ല പേടിയായിരുന്നു. അവനെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ തള്ളിയിട്ടു. എന്നോട് അപ്പൊ തന്നെ പറഞ്ഞു തിരിച്ചു പോകുന്നു. ഞാൻ പുറത്തോട്ട് ഇറങ്ങി കാലെടുത്ത് വെച്ച് കുറച്ച് നടന്നപ്പോഴേക്കും സമനുവിനെ അവിടെ നിന്ന് കണ്ടെന്ന് പറഞ്ഞ് ഇറക്കി. അപ്പൊ അവൻ അപ്പത്തൊട്ട് ഭയങ്കര കരച്ചില്ല. കാരണം അവൻ ഓൾറെഡി ഈ ഷോ കാണുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് അവൻ ഭയങ്കര ത്രില്ഡായിരുന്നു. ഓൾറെഡി അവിടെ പോയി ഷെയർ ചെയ്യാനും കാണിക്കാനും ഒക്കെ. അപ്പൊ അവൻ പറയുന്ന അവനോട് ചോദിച്ചു ഹൗസ് കയറ്റുമോ? ഇല്ല, ഒരു ഇരുട്ട മുറിയിൽ മൈക്കത്തുള്ള മുറിയിൽ ബിഗ് ബോസ് എന്താണ് നമ്മുടെ അടുത്ത് പറഞ്ഞു ആ ഒച്ച എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ബിഗ് ബോസിന്റെ ആ സൗണ്ട് ഉണ്ടല്ലോ, ആ പുള്ളിക്കാരെ ഒന്ന് സമയത്ത് ഹഗ് ചെയ്യുന്നു. ഷോ ഡയറക്ടർ സെർഗോ സാർ വന്ന് നമ്മളെ അടുത്ത് കൈ വരുന്നു. ഞാൻ അവരൊന്നും കുറ്റം പറഞ്ഞില്ല. കാരണം അവരൊക്കെ നമ്മളോട് പറഞ്ഞത് മേളിൽ നിന്നുള്ള പ്രഷറാണ്. എനിക്ക് അത്ര കാര്യം അറിഞ്ഞാൽ മതി. ഈ മേളിൽ നിന്ന് ആർക്കാണ് പ്രഷർ, എന്തിനാണ് പ്രഷർ, ലാസ്റ്റ് മൊമെന്റ് എവിടെ നിന്ന് വന്നു ഈ പ്രഷർ, ഇത്രയും കാര്യം എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ നിങ്ങൾ ചോദിച്ചത് പറഞ്ഞത്.